വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ പാചകം പഠിപ്പിക്കാനായിട്ട് ശാലിനി ഏൽപ്പിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് പറയുന്നുണ്ട്, ശാലിനി വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സുസ്മിതയെ പെട്ടെന്ന് പാചകം പഠിപ്പിക്കാൻ സാധിക്കുമെന്ന്. അന്നേരം ശാലിനി അവിടെ ഒരു അടവ് കൂടി പ്രയോഗിക്കുന്നുണ്ട്. ശാലിനി പറയുകയാണ്, എന്നെക്കൊണ്ട് അത് കഴിയുമോയെന്ന് തോന്നുന്നില്ല സത്യാമ്മേ. കാരണം ഞാൻ പറയുന്നതൊന്നും സുസ്മിത വില കൽപ്പിക്കില്ല. ഏതൊരു വിദ്യയും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഗുരുഭക്തിയും ബഹുമാനവും ഒക്കെ വേണ്ടേ. പക്ഷേ ഇവള് ഇത് ചെയ്യുമോയെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് ഏറ്റുപിടിക്കുകയാണ് പ്രീതിയും. ശരിയാ അമ്മേ, അവള് ശാലിനിയുടെ വാക്കിനൊന്നും വില കൽപ്പിക്കില്ല. ശാലിനി, നീ വെറുതെ സമയം പാഴാക്കണ്ട എന്ന് പ്രീതിയും പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, അത് അങ്ങനെയല്ല, ഇവള് നീ പറയുന്നത് എന്തും അനുസരിക്കും. ഇത് സത്യഭാമ പറയുന്ന വാക്കാണ്. പിന്നെ ഇവൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ അനുസരിക്കാതിരുന്നാൽ എന്ത് ശിക്ഷയും ഇവൾക്ക് കൊടുക്കാം എന്ന് പറയുകയാണ്. തുടർന്ന് ഇത് സത്യഭാമ നൽകുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ സത്യാമ്മ എനിക്ക് വിശ്വസിക്കാമോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഇത് സത്യഭാമയുടെ വാക്കാണെന്ന് സത്യഭാമ ഒന്നുകൂടി പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയോട് സത്യഭാമ പറയുകയാണ്, ശാലിനിയെ നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ നിന്റെ സഹവാസം ഇന്നത്തോടെ അവസാനിക്കുമെന്ന്. അന്നേരം അത് കേട്ട് സുസ്മിത ഒന്ന് ഭയക്കുന്നുണ്ട്. എന്താ മനസ്സിലായില്ലേ, ഇന്ന് തന്നെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നാണ് പറഞ്ഞത് എന്നൊന്നുകൂടി സത്യഭാമ സുസ്മിതയെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ശാലിനി പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം, ഭാമാൻറ്റി കൊടുത്ത വാക്കല്ലേ, ഞാൻ അനുസരിച്ചോളാം എന്ന് ശാലിനിയോടും സുസ്മിത സമ്മതിക്കുകയാണ്. തുടർന്ന് ഇന്ന് തന്നെ പാചകം പഠിപ്പിച്ചു തുടങ്ങാനായിട്ട് ശാലിനിയോടും പറയുന്നുണ്ട്. തുടർന്ന് ഭാമയ്ക്ക് വേറൊരു കോൾ വരുമ്പോൾ ഭാമ അങ്ങ് പോവുകയാണ്. തുടർന്ന് ഇങ്ങോട്ട് വാടി, ഇന്ന് തന്നെ ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കാമെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ശാലിനി കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ പിന്നെ പ്രീതിയെ കാണുമ്പോൾ നമ്മുടെ പ്ലാൻ വിജയിച്ചു എന്നുള്ള രീതിയിൽ കൈയൊക്കെ കാണിക്കുകയാണ്. അന്നേരം പ്രീതിക്ക് സമാധാനമാവുകയാണ്. പ്രീതി പറയുകയാണ്, ഒരു രക്ഷപ്പെട്ടു, ഇവൾ ഇതിൽ നിന്നും തടിയൂരുമെന്നാണ് വിചാരിച്ചത്, എന്തായാലും തുണച്ചല്ലോ എന്നാ. തുടർന്ന് അടുക്കളയിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൈ വേദനിക്കുന്നു, വിട് എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം നിനക്കിനി വേദനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് കൈ ശാലിനി വിടുന്നുണ്ട്. അന്നേരം നീ എന്നോട് പക വീട്ടുകയാണല്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ പക പിന്നെ വീട്ടാനുള്ളതാണ്, അല്ലാതെ കൂട്ടി വയ്ക്കാനുള്ളതല്ല. ആദ്യമായിട്ട് നീ ഇതങ്ങോട്ട് അരിഞ്ഞു തുടങ്ങിയേക്കെന്നും പറഞ്ഞൊരു പാത്രത്തിലിരിക്കുന്ന സവാള എടുത്ത് സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം ഇതെന്താന്ന് ഒന്നും അറിയാത്ത പോലെ സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് ഉണ്ടം മയിൽപ്പീലി എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് നിനക്കിത് അറിയില്ലേ, ഇത് വലിയ ഉള്ളിയാണ്, ആദ്യം ഇത് അരിഞ്ഞ് തുടങ്ങാം, ഇത് അരിഞ്ഞാലേ നിനക്കങ്ങോട്ട് വെട്ടി വിഴുങ്ങത്തുള്ളൂ, ചെയ്യാൻ പറയുകയാണ്. അന്നേരം എനിക്കെങ്ങും പറ്റില്ല, ഞാൻ പോകണമെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് തിരിയുകയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ശാലിനി സുസ്മിതയെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അന്നേരം അയ്യോ എന്നങ്ങ് ഉറക്കെ സുസ്മിത വിളിക്കുകയാണ്. അന്നേരം നാക്കിയിട്ട് നിൻ്റെ ഈ ശബ്ദം ഈ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം മതി, പുറത്തു പോകരുത്. പിന്നെ സത്യാമ്മ എന്നോട് പറഞ്ഞ കാര്യമേ ഞാൻ ചെയ്തുള്ളൂ, നീ അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയാണിത്. ആദ്യം ഗുരുവിൻ്റെ മുൻപിൽ ഒരു ഭയഭക്തി ബഹുമാനത്തിലൊക്കെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയെ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഭാമാൻറ്റിയോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. തുടർന്ന് അതൊക്കെ എനിക്കുണ്ട്, പക്ഷേ മുഖത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞ് സവാള എടുത്ത് കാണിക്കുകയാണ്. അന്നേരം സവാള എന്ന് പറയുന്നുണ്ട്. അതെ, സവാള തന്നെയാണ്, അല്ലാതെ നിൻ്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ല. സർലയുടെ മോള് അങ്ങോട്ട് സവാള അരിഞ്ഞാട്ടെ, ഇതിപ്പോൾ നീ അരിയുമോ അതേ ഇത് അരിയാനായിട്ട് വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഞാൻ തന്നെ അരിഞ്ഞോളാം എന്നും പറഞ്ഞ് സുസ്മിത ആ സവാള ഓരോന്നായിട്ട് എടുത്ത് അരിയാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ചെറുതായിട്ട് നൈസായിട്ട് അരിയണം, കനം കൂടാൻ പാടില്ല എന്നൊക്കെ ശാലിനി അങ്ങ് ഉപദേശിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് മുഴുവൻ രസകരമായ സംഭവങ്ങളാണ്. സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിന്നാണ് സവാള അരിയുന്നത്. തുടർന്ന് ശാലിനി തക്കാളിയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ഒളി കണ്ടിട്ട് സുസ്മിത ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും കവാല കുറ്റി നോക്കി ഒരടി കൊടുക്കുകയാണ്. അന്നേരം ഇനി എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രസന്ന ഭാവത്തോടു കൂടി ചെറു പുഞ്ചിരിയോട് വേണം ഇതൊക്കെ അരിയാനും ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട്. നിന്നെ കണ്ടാൽ എന്തോ പോത്തിനെ വെട്ടാൻ നിൽക്കുന്നത് പോലെയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ നിന്നരി, അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി തരാമെന്നും പറഞ്ഞ് ശാലിനി കൈ വീശുകയാണ്. അന്നേരം വേണ്ട, ഞാൻ പ്രസന്ന ഭാവത്തിൽ തന്നെ നിന്ന് അരിഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പല്ല് വെളുക്കെ ചിരിച്ച് കാണിക്കുകയാണ്. അത് ഇത്രയും മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത്രയും വേണ്ട, കുറച്ച് മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് സുസ്മിത അങ്ങ് സവാള അരിയുകയാണ്.
തുടർന്ന് സവാള അരിഞ്ഞരിഞ്ഞ് സുസ്മിതയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ശാലിനി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം എല്ലാം അരിഞ്ഞ് പാത്രത്തിലേക്ക് കൊടുത്തതിന് ശേഷം ശാലിനി തൽക്കാലം നമുക്കിതിവിടെ വെച്ച് നിർത്താം എന്ന് പറയുകയാണ്. ശരി എങ്കിലായിക്കോട്ടെ, ഇനി നമുക്ക് 4 മണിക്ക് തുടങ്ങാം, നാളെ 4 മണിക്ക് തുടങ്ങാമെന്ന് പറയുകയാണ്. വൈകിട്ട് 4 മണിക്കല്ലേ എന്നും പറഞ്ഞ് സുസ്മിത ആശ്വസിക്കുമ്പോൾ വൈകിട്ടല്ല, പുലർച്ചെ 4 മണിക്ക് തന്നെ വേണം എന്ന് പറയുകയാണ്. അന്നേരം അപ്പോഴൊന്നും ഞാൻ ആന കുത്തിയാൽ പോലും എഴുന്നേൽക്കില്ല, കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എങ്കിൽ 6 മണിക്ക് ആക്കാം, പക്ഷേ പകരം കുറച്ച് തേങ്ങ പൊതിച്ച് ചിരകി തരണം എന്ന് പറയുകയാണ്. അയ്യോ, തേങ്ങ പൊതിക്കാനും ചിരകാനും ഒന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ആദ്യം പഠിക്കാനായിട്ടൊരു ശുഷ്കാന്തി വേണം. നീ ഇപ്പോൾ തേങ്ങ പൊതിച്ച് ചിരകുന്നോ അതോ 4 മണിക്ക് എണീക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ നാളെ 4 മണിക്ക് തന്നെ എണീച്ചോളാം എന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി സുസ്മിതയുടെ തോളിലേക്ക് കൈവച്ച് പറയുകയാണ്, നീ പറയുന്നത് മുഴുവൻ കേട്ട് അനുസരിച്ചോണം, കെട്ടിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് സരള വരത്തൊന്നുമില്ല, നീ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ തോളിൽ കൈവച്ചങ്ങ് ശാലിനി ഇറുക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ദേഷ്യത്തോടെ ശാലിനി പക പോക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ കൈ അങ്ങ് മാറ്റിയിട്ട് സുസ്മിത അങ്ങ് പോവുകയാണ്. തുടർന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന സുസ്മിത ശാലിനിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. ഈ അടുക്കള പണിയൊക്കെ കണ്ടുപിടിച്ചവനെ തൊഴിക്കണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വരുമ്പോൾ സത്യഭാമ അങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് ആ ഭാവം മാറ്റി അങ്ങ് ചിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പാചകം പഠിത്തം എന്ന് ചോദിക്കുമ്പോൾ നന്നായി പോകുന്നു, ഇത് ഇത്രയും വലിയ കലയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം ശാലിനിയും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് സത്യഭാമ വീണ്ടും പറയുകയാണ്, ഇവള് പാചകത്തിലൊക്കെ മിടുക്കിയാണ്, ശാലിനി നിന്നെ എല്ലാം പഠിപ്പിച്ചു തരുമെന്ന്. അന്നേരം അതെനിക്ക് മനസ്സിലായി, താങ്ക് യു ശാലിനി എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുന്നുണ്ട്. യു ആർ വെൽക്കം എന്നൊക്കെ തിരിച്ച് ശാലിനിയും പറയുകയാണ്. എന്നിട്ട് കുട്ടി പൊയ്ക്കോളൂ എന്ന് ശാലിനി അങ്ങ് സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത വീണ്ടും അങ്ങ് ഉമ്മറത്തേക്ക് വരികയാണ്. സത്യഭാമ അങ്ങ് നടന്നു പോകുന്നുണ്ട്. തുടർന്ന് ഇന്ന് അവൾ ഇത്രയും ജോലികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, നാളെ ഇനി അവൾ എന്തൊക്കെ ചെയ്യിപ്പിക്കുമോ എന്തോന്നും പറഞ്ഞ് അടി കൊണ്ട് കവിളും തടവി സുസ്മിത ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം ശാലിനിയും പറയുന്നുണ്ട്, വരട്ടെടി വരട്ടെ, ഇവിടെയുള്ള കലകൾ മുഴുവൻ നിന്നെ ഞാൻ അഭ്യസിപ്പിച്ചെടുക്കുന്നുണ്ടെന്ന്. തുടർന്ന് കാണിക്കുന്നത് ചിത്രയും വസുമതിയും കൂടി അമ്പലത്തിൽ ഹേമലതയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നേരം കുറേ നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട് ചിത്ര ചോദിക്കുന്നുണ്ട്, അവരെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കാണാനായിട്ട് അവരാരാണ്, അത്രയ്ക്ക് VIP ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് വസുമതി കാര്യങ്ങളൊക്കെ പറയുന്നത്. റോഷ്നിയുടെ അച്ഛൻ ഗോപികൃഷ്ണൻ്റെ നേർപെങ്ങളാണ് ഈ ഹേമലത. പക്ഷേ ഹേമലത പഠിച്ചതും വളർന്നതും ഒന്നും ഇവിടെയില്ല. എല്ലാ കോവിലകത്തും നല്ല കുട്ടികൾക്കിടയിൽ ഒരു ചീത്ത കുട്ടി കാണുമെന്ന് പറയുന്നില്ലേ, അതേപോലെ ചീത്തയായ കുട്ടിയാണ് ഈ ഹേമലത. അന്ന് ഹേമലതയുടെ ഗോപികൃഷ്ണൻ്റെയും അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയപ്പോൾ അച്ഛൻ കൊണ്ടുപോയതാണ് ഈ കുട്ടിയെ. അത് അയാളൊരു മറാത്തിക്കാരനായിരുന്നു. അതുകൊണ്ട് അവരുടെ രക്തത്തിലൊക്കെ ഒരു ബോംബിൻ്റെയും പിന്നെ തോക്കിൻ്റെയും ഒക്കെ ഒരു മണമുണ്ട്. കോവിലകത്തെ കുട്ടികൾ പുഷ്പങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈ ഹേമലത കളിച്ച് വളർന്നത് തോക്കും ബോംബും ഒക്കെ ആയിട്ടാണ് എന്ന് വസുമതിയ കാര്യങ്ങളൊക്കെ ചിത്രയോട് പറയുകയാണ്. അന്നേരം ബോളിവുഡ് സിനിമ പോലെ ഉണ്ടല്ലോ, നല്ല മാസ് എൻട്രിയൊക്കെ ആയിരിക്കും, കഥയൊക്കെ കേട്ടിട്ട് കൊള്ളാമല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവരെന്തിനാണ് നമ്മളെ കാണണമെന്ന് പറഞ്ഞതെന്ന്. അന്നേരം അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അകന്ന് കഴിയുകയാണെങ്കിലും ഗോപികൃഷ്ണനും ഹേമലതയുമായിട്ട് നല്ല ടേംസിൽ തന്നെയാണ്. ഏട്ടനൊരു ആപത്തെന്ന് പറഞ്ഞാൽ അവർ പാഞ്ഞെത്തും. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആലോചിക്കുന്ന സമയത്ത് കാറിൽ ഹേമലത എത്തുന്നുണ്ട്. തുടർന്ന് വസുമതി കുഞ്ഞമ്മ അല്ലേന്നും പറഞ്ഞ് ഹേമലത അടുത്തേക്ക് വരികയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ ഞാൻ ഹേമലത ഗോപികൃഷ്ണൻ്റെ പെങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അതേ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾ ഗോപികൃഷ്ണൻ്റെ മകളുമായിട്ടല്ലേ നിങ്ങളുടെ മകൻ അർജുൻ ശങ്കറിൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്, അത് ഒരു കാരണവശാലും മുടങ്ങരുത്, ഇത് നടക്കുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അന്നേരം അതേന്നും പറഞ്ഞ് വസുമതി അങ്ങ് തലകുലുക്കുകയാണ്. പക്ഷേ ചിത്രയ്ക്ക് അവരുടെ സംസാരവും ഭാവവും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഇത് ആരാണ്, മകളാണ് അല്ലേന്ന് ചോദിക്കുകയാണ്. പേര് ചോദിക്കുന്നുണ്ട്. അന്നേരം ചിത്ര മറുപടി പറയുകയാണ്. അന്നേരം അർജുൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം ഇവൾക്കും നല്ലൊരു ജീവിതം വേണ്ടേ, ഇനി കല്യാണത്തിന് കാണാം എന്ന് പറഞ്ഞ് ഹേമലത അങ്ങ് തിരിയുകയാണ്. അന്നേരം വസുമതി ചോദിക്കുന്നുണ്ട്, അല്ല കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന്. അന്നേരം ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് കയ്യിലിരുന്ന ഗ്ലാസ് അങ്ങ് കണ്ണിലേക്ക് വച്ചിട്ട് വസുമതി ഒന്ന് നോക്കി നന്നായിട്ട് ചിരിച്ചിട്ട് ഹേമലത അങ്ങ് നടന്നു നീങ്ങുന്നുണ്ട്.
തുടർന്ന് ചിത്രയ്ക്ക് ഹേമലതയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തോ മനസ്സിലാകുന്നുണ്ട്. അന്നേരം വസുമതി ചോദിക്കുകയാണ്, ഇത് പറയാനാണോ ഇത്രയും നേരം ഇവർ നമ്മളെ ഇവിടെ കാത്തു നിർത്തിയത്? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് വസുമതി ചിത്രയോട് പറയുമ്പോൾ, അല്ല അമ്മയൊന്ന് നിന്നേ, അവരെ കണ്ടിട്ട് എന്ത് തോന്നിയെന്ന്. അന്നേരം നല്ല വിനയമുള്ള കുട്ടി, ആൾക്കാരെന്തൊക്കെയോ അതിനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഇത്രയും നേരം നമ്മളെവിടെ കാത്തു നിർത്തിയിട്ട് കല്യാണം മുടങ്ങാതെ നടക്കണം എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് അവരത്രയ്ക്ക് മണ്ടിയൊന്നുമില്ല. അവരുടെ ഓരോ സംസാരത്തിലും വാക്കുകളിലും ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു എന്ന്. അന്നേരം നിനക്കത് വെറുതെ തോന്നിയതായിരിക്കും എന്ന് വസുമതി പറയുകയാണ്. അന്നേരം അങ്ങനെയല്ല അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി റോഷ്നിയുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നില്ലേ, അവരും ഇതേ സ്വരത്തിൽ തന്നെയാണ് സംസാരിച്ചത്. നമ്മളെന്തോ കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേമലത കൂടി ഈ ബന്ധത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് നമുക്ക് ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറാൻ കഴിയില്ല എന്നാണ് തോന്നുന്നതെന്ന്. അന്നേരം നമ്മൾ എന്തിനാടി പിന്മാറുന്നത്? നീ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്ന് പറയുകയാണ്. അന്നേരം അല്ല ഇതിലെന്തോ പന്തികേടുണ്ട്. ശരിക്കും അവരും അന്ന് പറഞ്ഞതുപോലെ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളല്ലേ സമാധാനം പറയേണ്ടത്? നമ്മളെന്തോ കെണിയിൽ പെടുകയാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് ചിത്ര പറയുമ്പോൾ വസുമതിയും ചിന്തിച്ചിട്ട് അതും വസുമതിക്ക് ബോധ്യമാവുകയാണ് ചിത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ. തുടർന്ന് വസുമതിയും ആലോചിച്ചങ്ങ് നിൽക്കുകയാണ്. ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ രാത്രിയായിട്ടും ശ്യാമ തിരികെ എത്തിയില്ല. ആകെ ടെൻഷനിലാണ് ശാരദാമ്മ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഗേറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് ശ്യാമ വരുന്നുണ്ടോ എന്ന്. ശാരിക പറയുന്നുണ്ട്, അമ്മ ഇങ്ങ് വന്നേ, അവളിങ്ങ് വന്നോളും എന്നൊക്കെ. അന്നേരം അവളുടെ ഫോണിൽ വിളിച്ചോ എന്നൊക്കെ ശാരദാമ്മ തിരക്കുകയാണ്. അന്നേരം വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൂട്ടുകാരികൾ ആരെങ്കിലും വിളിച്ചു നോക്കാൻ പറയുമ്പോൾ അതുമൊക്കെ കണക്ക് തന്നെയാണ്. ഓരോന്ന് ചോദിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ശാരിക അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നാൽ നീ ഒന്ന് രാജീവ് സാറിനെ വിളിക്കുക എന്ന് ശാരദാമ്മ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ശാരികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. രാജീവ് സാർ ആ കോളേജിലല്ലായിരുന്നെങ്കിൽ അമ്മ ആരെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശാരിക അങ്ങ് തിരിയുന്ന സമയത്താണ് ഒരു പയ്യൻ്റെ സ്കൂട്ടിയിൽ ശ്യാമ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അമ്മയൊക്കെ ഉണ്ട്, നീ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം വേണ്ട, ഞാൻ എൻ്റെ അമ്മയൊന്ന് പരിചയപ്പെട്ടേ എന്നും പറഞ്ഞ് ആ പയ്യനും ശാരദാമ്മയുടെയും ഒക്കെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നവീനാണ്, പേടിക്കണ്ട, ശ്യാമയുടെ കൂടെ പഠിക്കുന്നതാണ്, കോളേജ് ഹോസ്റ്റലിലാണ് താമസം. ഞാനിങ്ങനെ വരുമ്പോൾ ശ്യാമ ബസ് സ്റ്റോപ്പിൽ ബസ് കിട്ടാതെ പരിങ്ങി നിൽക്കുന്നത് കണ്ടു. ആ സ്ഥലം അത്ര പന്തിയല്ല. സ്പെഷ്യൽ ക്ലാസ്സിന് ശേഷം ബസ്സുകാരുടെ ഒരു മിന്നൽ പണിമുടക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അതല്ലാതെ പിന്നെ ശ്യാമയുടെ പേരിൽ വേറെയും കുറേ ഇഷ്യൂസ് ഉള്ളതല്ലേ, പേടിക്കൊന്നും വേണ്ട, എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ആ പയ്യനങ്ങ് പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടിയോ ഒക്കെ ദേഷ്യഭാവത്തിലാണ് ആ പയ്യൻ പറയുന്നതെല്ലാം കേട്ട് ശാരദാമ്മയും ശാരികയും ഒക്കെ നിന്നത്. തുടർന്ന് ശാരദാമ്മയും ശാരികയും കൂടി സംശയത്തോടു കൂടി ശ്യാമയെ നോക്കുമ്പോൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് ശ്യാമ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.